IPOയുമായി മറ്റൊരു ഹെൽത്ത് കെയർ കമ്പനിയും കൂടി വിപണിയിലെത്തുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 850 കോടി രൂപ സമാഹരിക്കാനെത്തുന്ന സുരക്ഷ ഡയഗ്നോസ്റ്റിക്സിനെ കുറിച്ചാണ്. So, let's look at the firm analysis, financial and ratio analysis and IPO informations. Welcome back to IPO Alerts. ആദ്യം കമ്പനി അനാലിസിസിലേക്കാണ്. 2005 സ്ഥാപിതമായ സുരക്ഷ ഡയഗ്നോസ്റ്റിക് ലിമിറ്റഡ് പാത്തോളജി, റേഡിയോളജി ടെസ്റ്റിംഗ്, മെഡിക്കൽ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന ഡയഗ്നോസ്റ്റിക് സെന്ററാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനിക്ക് 49 ഡയഗ്നോസ്റ്റിക് സെന്ററുകളും 166 സാമ്പിൾ ശേഖരണ കേന്ദ്രങ്ങളും 8 സാറ്റലൈറ്റ് ലബോറട്ടറികളും 215 കസ്റ്റമർ ടച്ച് പോയിന്റുകളുമാണുള്ളത്. 44 ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലൂടെ ഓൺലൈൻ, ഓഫ്ലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ സേവനങ്ങളും കമ്പനി നൽകുന്നുണ്ട്. ഡോക്ടർ ലാൽപത് ലാബ്സ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, തൈറോ കെയർ, വിജയ ഡയഗ്നോസ്റ്റിക് എന്നിവരാണ് സമാന മേഖലയിലുള്ള ലിസ്റ്റഡ് കമ്പനികൾ. ഇനി IPO ഡീറ്റെയിൽസിലേക്ക് വരാം. ഇഷ്യൂവിലൂടെ 846.25 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇത് പൂർണ്ണമായും 1.92 കോടി ഓഹരികളുടെ ഓഫർ ഫോർ സെയിൽ മാത്രമാണ്. ഇഷ്യൂവിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും പ്രൊമോട്ടേഴ്സിനാണ് ലഭിക്കുന്നതെന്നാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. സോമനാഥ് ചാറ്റർജി, റിതു മിത്തൽ, സതീഷ് കുമാർ വർമ്മ തുടങ്ങിയ പ്രൊമോട്ടേഴ്സാണ് ഓഫർ ഫോർ സെയിലിലൂടെ ഓഹരികൾ വിൽക്കുന്നത്. കൂടാതെ ഓർബിമെഡ് ഏഷ്യ 2, മൗറീഷ്യസ് മുന്ന ലാൽ കേജ്രിവാൾ, സന്തോഷ് കുമാർ കേജ്രിവാൾ എന്നീ നിക്ഷേപകരും ഓഫർ ഫോർ സെയിലിലൂടെ ഓഹരികൾ വിൽക്കുന്നുണ്ട്. നവംബർ 29 ആരംഭിക്കുന്ന ഇഷ്യൂ അവസാനിക്കുന്നത് ഡിസംബർ 3 ഓഹരികളുടെ അലോട്ട്മെന്റ് ഡിസംബർ 4 പൂർത്തിയാകും. ഡിസംബർ 5 ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഡിസംബർ 6 ഓഹരികൾ BSE, NSE എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും. 2 രൂപ മുഖവിലയുള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 420 രൂപ മുതൽ 441 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 34 ഓഹരികളാണ് ഉണ്ടാവുക. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 14,994 രൂപയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് 13 ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാം. ഇഷ്യൂവിന്റെ 50% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യർമാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. NIIകൾക്ക് 15%, റീറ്റെയിൽ നിക്ഷേപകർക്ക് 35% റിസർവ് ചെയ്തിട്ടുണ്ട്. ICICI സെക്യൂരിറ്റീസ്, നുവാമ വെൽത്ത് മാനേജ്മെന്റ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നിവരാണ് IPOയുടെ ലീഡ് മാനേജർമാർ. കെഫിൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിന്റെ രജിസ്ട്രാർ. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ അനാലിസിസിലേക്കാണ് കടക്കുന്നത്. അവസാന 3 വർഷത്തെ കമ്പനിയുടെ സാമ്പത്തിക ഡാറ്റ പരിശോധിക്കുമ്പോൾ 2022 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 223 കോടി രൂപയായിരുന്നു എന്ന് കാണാം. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 14% ഇടിവോടെ 190 കോടി രൂപയായി താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 15% വർധനയോടെ 218 കോടി രൂപയിലും എത്തി. സമാന കാലയളവിൽ കമ്പനിയുടെ ലാഭം ഒന്ന് പരിശോധിക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ 20 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു കമ്പനി. 2023 സാമ്പത്തിക വർഷത്തിൽ എത്തിയപ്പോൾ 71% ഇടിവോടെ കമ്പനിയുടെ ലാഭം 6 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. തൊട്ട് പിന്നത്തെ വർഷം 2024 എത്തിയപ്പോൾ 281% വമ്പൻ കുതിപ്പോടെ കമ്പനിയുടെ ലാഭം. ഇനി നമുക്ക് കമ്പനിയുടെ EPS ഒന്ന് പരിശോധിക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ ഓഹരി 1 കമ്പനി രേഖപ്പെടുത്തിയത് 3.91 എന്നുള്ളൊരു നിലയിലാണ്. 2023 1 രൂപ 22 പൈസയായി താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ 4 രൂപ 43 പൈസയായി വീണ്ടും ഉയർന്നു. അടുത്തത് റേഷ്യോ അനാലിസിസ് ആണ്.
കമ്പനിയുടെ വളർച്ചയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാനാണ് റേഷ്യോ അനാലിസിസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം സമാന കമ്പനികളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യാനും ഇത് സഹായിക്കുന്നു. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ വ്യക്തമാക്കുന്നതാണ് ROE. 2022 സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE 15.38% ഇത് 2023 എത്തുമ്പോൾ 4.32% താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ROE കുത്തനെ ഉയർന്ന് 14.09% രേഖപ്പെടുത്തി. ഇനി കമ്പനിയുടെ എബിഡ മാർജിനാണ് പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാരാമീറ്റർ. 2022 29.24% മാർജിൻ 2023 24.97% കുറഞ്ഞു. 2024 ഇത് 33.66% ഉയർന്നു. അടുത്തതായി ഒരു കമ്പനിയുടെ കടബാധ്യതയെ വ്യക്തമാക്കുന്ന ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്ന് പരിഗണിക്കാം. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ മെട്രിക് ആണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 0.37 ആയിരുന്നു. 2023 ഇത് 0.27 2024 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ റേഷ്യോ 0.2 താഴ്ന്നു. കഴിഞ്ഞ 5 വർഷ കാലയളവിലെ ഹെൽത്ത് കെയർ സെക്ടറിന്റെ PE 43 മുതൽ 47 വരെയാണ്. എന്നാൽ നിലവിലെ ഈ മേഖലയുടെ PE 63 ആയതിനാൽ സെക്ടർ അല്പം ഓവർ വാല്യൂഡ് ആയാണ് നിലനിൽക്കുന്നത്. IPOയ്ക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മികച്ച പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുൻപ് അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടേണ്ടതാണ്. മറ്റൊരു IPO അലേർട്ടുമായി വീണ്ടും നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ.